ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കുന്നത് എന്നാണ്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ല്യൂക്ക് വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ ആക്ടിവേറ്റ് ആവാൻ വയ്ക്കും. അതിനുശേഷം അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ വെള്ളത്തിന് പാകത്തിന് ഗോതമ്പ് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലത്തെ ഒരു പരുവത്തിന്, ഏകദേശം ആ ഒരു പരുവത്തിന് അനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് ശരിക്കും കൈ കൊണ്ടൊക്കെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ശരിക്കും ചപ്പാത്തി പരുവത്തിനുള്ള പോലെ കുഴച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊരു 3 മണിക്കൂർ നേരം ഇങ്ങനെ അടച്ചു വയ്ക്കണം. 3 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, അത് ഓൾമോസ്റ്റ് ഒരു ഡബിളിനേക്കാളും കൂടുതലായിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ഒന്നുകൂടി ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് മയപ്പെടുത്തിയതിന് ശേഷം അത് വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കണം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് അത് മാറ്റിയതിന് ശേഷം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക അതിനകത്ത്. അപ്പോൾ അതിൽ നിന്നുള്ള എയറൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഈ നനഞ്ഞ തുണി ഒന്നുകൂടെ അതിൻ്റെ മേലെ വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ആ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിലുള്ള എയറൊക്കെ റിലീസായിട്ടുണ്ട്. അത് നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് മാറ്റണം. അത് നമ്മളൊരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പം അത് അവനിൽ നിന്ന് മാറ്റുക. എന്നിട്ട് അത് ചെറിയ സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് വയ്ക്കുക. ഒരു സ്ലൈസ് മുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ അത് ശരിക്കും വെന്തിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റിലാണെങ്കിൽ 35 മിനിറ്റ്സ് കൊണ്ട് ബ്രെഡ് ശരിക്കും വെന്തിട്ടുണ്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. കാരണം 3 മണിക്കൂറൊക്കെ നമ്മളിത് പ്രൂവ് ചെയ്യാനൊക്കെ വയ്ക്കണമല്ലോ. ബട്ട് നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിനേക്കാളൊക്കെ വളരെ ഹെൽത്തിയാണ്, നമ്മളുണ്ടാക്കിയതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പോകണമെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ഡെയിലി ഒരു ബ്രെഡ് കഴിക്കുന്ന ആളാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഹസ്ബൻഡിന് അവിടെ ഓഫീസിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ബ്രെഡാണ് കഴിക്കുക. അപ്പോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിൽ മൈദയുണ്ട്, അതുപോലെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ കൂടെ ഇത്രയും പ്രിസർവേറ്റീവ്സ് ഒക്കെ അകത്ത് പോകുന്നത് നമ്മുടെ ശരീരത്തിന് എന്തായാലും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന വല്ലപ്പോഴും ഒരിക്കൽ ഈ പറഞ്ഞ പോലെ പുറത്തു പോയി കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ബ്രെഡ് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതുകൊണ്ടോ അതൊരു പ്രശ്നമല്ല. പക്ഷെ ഡെയിലി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തന്നില്ലേ, കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വയ്ക്കേണ്ട കേട്ടോ, ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് വയ്ക്കാറ്. എന്നിട്ട് കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ടോസ്റ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മൈക്രോവേവിൽ വയ്ക്കാം, അല്ലെങ്കിൽ തവയിൽ വയ്ക്കാം, അല്ലെങ്കിൽ ടോസ്റ്റർ ഉണ്ട് അതിൽ വയ്ക്കാം. ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പീനട്ട് ബട്ടറോ ജാമൊക്കെ ഈ പറഞ്ഞ പോലെ അതിലൊക്കെ ഫുൾ ഷുഗറാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എന്ത് കഴിക്കണം എന്നുള്ളത്. ഞാനൊരു പീനട്ട് ബട്ടർ ലവറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പീനട്ട് ബട്ടർ കൂട്ടിയാണ് ബ്രെഡ് കഴിക്കാറ്. അപ്പോൾ അത് ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. അപ്പം അത് ഹെൽത്തിയാണ്. വോട്ട് ഗോസ് ഇൻ. അതുപോലെ ഓട്സും ഫ്ലാറ്റ് സീഡ്സ് ഒക്കെ ചേർത്തും ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ പയ്യെ കാണിച്ചു തരാം. ഇതൊരു ബേസിക് ബ്രെഡാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ ബ്രെഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ബ്രെഡ് വീട്ടിലുണ്ടാക്കി കഴിക്കുക. ഓൾറൈറ്റ്, see you in my next video. Till then, keep loving my channel and do subscribe. Bye. മതി. ഓക്കെ, അത് പറയണമല്ലോ.